ഈ കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓർത്തില്ല കേട്ടോ, എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുമെന്ന്. അല്ല, ഇതിപ്പോൾ ഏത് ടേസ്റ്റ്? പറഞ്ഞു തരാമേ. ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം മുംബൈയിലാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അത് പറയുമ്പം എന്തോന്നില്ലാത്തൊരു സുഖം. എൻ്റെ മുംബൈ വീട്ടിലുണ്ടല്ലോ, എന്തൊരാഘോഷം നടന്നാലും, അതിപ്പോൾ ബർത്ത്ഡേ ആയാലും അമ്മാപ്പയുടെ വെഡിങ് ആനിവേഴ്സറി ആയാലും, ഇപ്പം എനിക്കും എൻ്റെ അനിയത്തിക്കും നല്ല മാർക്സ് കിട്ടിയാലും, അല്ലെങ്കിൽ ക്ഷണിച്ചോ ക്ഷണിക്കാതെയോ ഒരു ഗസ്റ്റ് വരട്ടെ, അമ്മ ഓർഡർ ചെയ്യുന്ന ഒരേ ഒരു ഡിഷാണ് പൊറോട്ടയും മട്ടർ പനീർ മസാലയും. അതും ഞങ്ങൾക്കറിയാവുന്ന ഒരേ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഞാൻ ഒരിക്കലും ഈ റെസിപ്പി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ, കാരണം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടില്ല എന്നൊരു തോന്നലായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ മുംബൈ വീട് ഒരുപാട് മിസ് ചെയ്യുമ്പോഴേ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റീക്രിയേറ്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ ആലോചിച്ച് അങ്ങ് ഇൻസ്റ്റാഗ്രാമത്തിൽ നിന്നും മോഷ്ടിച്ച റെസിപ്പിയാണ് ഇത്. പക്ഷെ ഇത്രയും കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. ചില ഓർമ്മകളും ചില രുചികളും ഒക്കെ എത്ര സ്പെഷ്യൽ അല്ലേ. നമുക്ക് ഈ കറി ഉണ്ടല്ലോ എന്തിൻ്റെയും കൂടെ പെയർ ചെയ്യാം. റൈസിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, നാനിന്റെ കൂടെ. അങ്ങനെ ഞാൻ എൻ്റെ ഓർമ്മകളെല്ലാം അയവിറക്കി 2 പൊറോട്ടയും ചുട്ട് ആ റെസ്റ്റോറൻറ്റിൽ തരുന്ന പോലെ 2 ഉള്ളിയും കണ്ടിച്ച് വെച്ച് 2 പച്ചമുളകും കൂടെ വെച്ചിട്ടാണ് കഴിച്ചത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും ഒപ്പം വിമർശനങ്ങളും അറിയിക്കണേ.